പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. NH66 ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത് കാണുമ്പോൾ ഒരു മലയുടെ അടിയിൽ നിൽക്കുന്ന പോലെയല്ലേ? ഇത് മലൊന്നല്ല, M7 ആണ്. റോഡിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യാണ്. ഇത് അകലാടാണ്, മന്നിലാവുന്ന അടുത്താണ് ഈ സ്ഥലം ഉള്ളത്. വളരെയധികം ഹൈറ്റിലാണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു ഭീകരമായ ഹൈറ്റാണ് കേട്ടോ ഇതിനൊക്കെ. നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല. ഇതുപോലെ തന്നെ മെറ്റൽസും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ മെറ്റലാണ്, അതും ഇതുപോലെ തന്നെ മല പോലെ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ഏക്കർ സ്ഥലത്താണ് M7 മെറ്റലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ദൂരെ വരെ കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ രണ്ടിടത്തും ഇതുപോലെ ഞാൻ വരുന്ന വഴിക്ക് കാണാൻ പറ്റിയ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ പാലപ്പെട്ടിയിലും വെളിയങ്കോടും പൊന്നാനിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി നോക്ക് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ അകലാടാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ ാണ് ഈ കാണുന്ന ലെഫ്റ്റിലേക്ക് പോണ റോഡ്, പുത്തമ്പള്ളിക്ക് പോണ റോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. പാലപ്പെട്ടിയിൽ നിന്ന് വെളിയങ്കോട്ടേക്ക് പോണ റോഡാണ്. അപ്പോൾ വെളിയങ്കോട് കാഴ്ചകളും അതുവരെയുള്ള റോഡിൻ്റെ ഒരു കാഴ്ചകളും കണ്ടു നോക്കി നോക്കട്ടെ. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫുള്ള് നിരത്തിണ്ട്. ലേശം ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പണി നല്ല രീതിയിൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ പാലപ്പെട്ടിയിൽ നിന്ന് പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് മണ്ണിട്ടിട്ട് നിരത്തിക്കണ്. നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ദൂരം വരെ ഇതേപോലെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലപ്പെട്ടിയിൽ നിന്ന് വെളിയങ്കോട് വരെയുള്ള റൈറ്റ് സൈഡ് കംപ്ലീറ്റ് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്.
ഈ ഒരു ബിൽഡിങ് മാത്രമേ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കാണാണ്ട്. ഇതൊരു മദ്രസയാണ്. എന്തുകൊണ്ടാണ് പൊളിക്കാത്തതെന്ന് അറിയില്ല. ചിലപ്പോൾ വല്ല കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പൊളിക്കാതെ ഇടാറുണ്ട്. ബാക്കിയുള്ള എല്ലാ സൈഡും ഇതേപോലെ ക്ലിയറാണ്. ഈ ഒട്ടിച്ചിറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ്, പാലപ്പെട്ടിത്തെ പോലെ തന്നെയാണ്. റോഡ് സൈഡിലൊക്കെ നല്ല രീതിയിൽ റൈറ്റും ലെഫ്റ്റും ഒക്കെ നിരത്തി നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ കാര്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റിൽ കൂടെ തിരിച്ചു വണ്ടി വിടാൻ വേണ്ടിയിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. വെളിയങ്കോട്ട പൊളികളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിയങ്കോട് പൊളി കഴിഞ്ഞ സ്ഥലം നമുക്ക് മനസ്സിലാവണേ ഇല്ല. ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുള്ളതാണ്. ഇപ്പോൾ വെളിയങ്കോട് മനസ്സിലാവാത്ത രീതിയിൽ ഫുള്ള് നിരത്തി മണ്ണിട്ടിട്ടാ. വെളിയങ്കോട് ഒരു മേൽപ്പാലം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സർവീസ് റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. റൈറ്റ് സൈഡിൽ കൂടെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മേൽപ്പാലം ഉണ്ടാക്കാനുള്ള കുഴികളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് തിങ്ങിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഒരു വിധത്തിലും മനസ്സിലാവാത്ത രീതിയിൽ വെളിയങ്കോട് മാറിയിരിക്കുകയാണ്. വെളിയങ്കോട് കഴിഞ്ഞ് പുതുപൊന്നാനി പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാലം തൂർക്കാനായിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിൽ തൂർത്ത് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. NH66 പൊന്നാനി എത്തുമ്പോൾ റേറ്റ് തിരിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് വലുപ്പം നോക്കിയാൽ ക്രെയിൻ്റെ വലുപ്പമൊക്കെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവർ കമ്പികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ ജനറേറ്റ് വെച്ചിട്ട് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കനോലിക് പാലത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയലിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആ വലിയ ചാക്ക് നിറച്ചിട്ട് കണ്ടോ, അത് ഭാരം നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കിണ്ടൽ കണക്കിന് വെയിറ്റ് മണൽ നിറച്ചിട്ട് വെയിറ്റ് നോക്കാൻ വേണ്ടി വെച്ച് കേട്ടത്, ഭാരം ചെക്ക് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്തും നല്ല രീതിയിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണ്ടത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.